നമ്മുടെ ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിലെ 20ാമത്തെ ലെസൺ ആണിന്ന്. ഈ കോഴ്സിന്റെ ആദ്യത്തെ ലെസൺ തുടങ്ങി ശ്രദ്ധിച്ച് കാണുകയും അത് നന്നായി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷ് മെച്ചപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടായില്ലല്ലോ. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങളാണ് എന്നോട് ഷെയർ ചെയ്യേണ്ടത്. അത് താഴെ നിങ്ങൾ കമന്റ്സിൽ പറയൂ കേട്ടോ. ഇനി ഇന്നത്തെ ക്ലാസ്സിലും നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട 3 പാറ്റേൺസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയാറില്ലേ, പണ്ടൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ എനിക്ക് അവൻ അറിയാമായിരുന്നു, മുൻപ് ഞാനിങ്ങനെ ജോലി ചെയ്തിരുന്നു, അങ്ങനെയൊക്കെ പറയില്ലേ. അതേപോലെ ചില കാര്യങ്ങൾ നമുക്ക് ശീലമാണ്, അല്ലെങ്കിൽ ശീലമായി, ശീലമാകും, അല്ലെങ്കിൽ ശീലമായി കൊണ്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഇതിനെല്ലാം നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ യൂസ് ചെയ്യേണ്ടത് ഒരു ഫ്രേസ് ആണ്, യൂസ് ടു. അപ്പോ ഈ യൂസ് ടു എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഫ്രേസ് ആണ്, പക്ഷെ അത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് നമ്മൾ 2-3 പാറ്റേൺസ് കാണുന്നുണ്ടെന്ന്. പക്ഷെ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ഹോംവർക്ക് ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ. ഈ കാണുന്നതാണ്. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് നല്ല ഈസി ആയിരുന്നു, നിങ്ങൾ എല്ലാവരും തന്നെ ശരിയാക്കിയിട്ടുണ്ട്. ഇനി 3ാമത്തെ 4ാമത്തെ നോക്കൂ. അതിൽ 3rd ക്വസ്റ്റ്യനിലാണ് ചിലർക്കൊരു തപ്പലുണ്ടായത്. അവിടെ മേ ബി ഹി വെന്റ് ടു ഹോം എന്ന് പറയണ്ട, വെന്റ് ഹോം എന്ന് മാത്രം മതി. നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ ഇത് കണ്ടിരുന്നതല്ലേ, വെന്റ് ടു ഹോം എന്ന് പറയണ്ട കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, യൂസ് ടുവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ എഴുതിയിരിക്കുന്ന ഈ യൂസ് ടുവിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു യൂസ് എന്നുള്ളത് വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം, നമ്മൾ ഈ യൂസ് എന്ന് പറയുന്ന വാക്കില്ലേ, ഉപയോഗിക്കുക എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന യൂസ്, അതും ഈ യൂസ് ടുവും തമ്മിൽ ഒരു ബന്ധവുമില്ല. പലർക്കും ഈ യൂസ് ടു എന്ന് കാണുമ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള കാരണം അവർ വിചാരിക്കുന്നത് യൂസ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്, യൂസ് ടു ഇല്ല ആ യൂസ്ഡ് എന്നാണ്. അങ്ങനല്ല, രണ്ടും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ യൂസ് ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് പെട്ടെന്നൊന്ന് പറയാം. അതിന് ഞാനിവിടെ 2-3 സെന്റൻസസ് കാണിക്കാം. നിങ്ങൾ ഇത് നോക്കൂ. ഞാൻ ജോലി സ്ഥലത്ത് കമ്പ്യൂട്ടർ ഉപയോഗിക്കാറുണ്ട്. ഇത് നമ്മൾ ചെയ്യാറുണ്ട് എന്ന് പറയാണ് ഇപ്പോ. അപ്പൊ നമ്മളിവിടെ എന്ത് പറയും? I use a computer at work. I use, കാരണം ഉപയോഗിക്കാറുണ്ട്, നമ്മൾ ഇപ്പോഴും പതിവായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അവിടെ നമ്മൾ I use എന്ന് പറഞ്ഞു അല്ലെ, അവിടെ ഉപയോഗിക്കുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഞാനത് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, I use എന്നാണ് കേട്ടോ വന്നത്. I use a computer at work. ഇനി ഈ സെന്റൻസ് നോക്കിയേ, നിലമടിക്കാൻ നാം ചൂൽ ഉപയോഗിക്കുന്നു. ശരിയാണല്ലോ, നമ്മൾ നിലമടിച്ചു വാരാൻ ചൂലല്ലേ ഉപയോഗിക്കുന്നത്. അപ്പൊ അതെങ്ങനെ പറയും? വി യൂസ് എ ബ്രൂം ടു സ്വീപ്പ് ദ ഫ്ലോർ. ബ്രൂം എന്ന് വെച്ചാൽ ചൂല്, അടിക്കുക എന്നുള്ളതിനാണ് നമ്മൾ ഈ സ്വീപ്പ് എന്ന് ഉപയോഗിച്ചത് ഇവിടെ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? നമ്മൾ ഉപയോഗിക്കുന്നു, വി യൂസ് എന്ത്? ചൂല്. വി യൂസ് എ ബ്രൂം എന്തിനാണ്? ടു സ്വീപ്പ് ദ ഫ്ലോർ, നിലമടിക്കാൻ. അപ്പൊ അവിടെ എങ്ങനെയാ വന്നതെന്ന് കണ്ടോ? വി യൂസ് എ ബ്രൂം ടു സ്വീപ്പ് ദ ഫ്ലോർ. ആ ടു സ്വീപ്പ് എന്നുള്ളത് യൂസിന്റെ ഒപ്പം യൂസ് ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചില്ല അല്ലെ, നമ്മൾ ഉപയോഗിക്കുന്നു. അവിടെ യൂസ് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞത്, അവിടെ യൂസ് ടു എന്നൊന്നും വന്നിട്ടില്ല. മനസ്സിലായല്ലോ. ഇനി അടുത്ത നോക്കിയേ, കഴിക്കാൻ അയാൾ സ്പൂൺ ഉപയോഗിക്കുന്നു. അതായത് ഭക്ഷണം കഴിക്കാൻ അയാൾ സ്പൂൺ ഉപയോഗിക്കാറുണ്ട്, സ്പൂൺ ഉപയോഗിക്കുന്നു. ഹി യൂസസ് എ സ്പൂൺ ടു ഈറ്റ്. ഞാൻ പറഞ്ഞത് ഹി യൂസസ്, കാരണം എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ, ഹി ഒരാളേ ഉള്ളൂ, അപ്പൊ ഹി യൂസസ് എ സ്പൂൺ ടു ഈറ്റ്. ഇനി അടുത്തൊന്ന് ശ്രദ്ധിക്കണേ, കഴിക്കാൻ അയാൾ സ്പൂൺ ഉപയോഗിച്ചു, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ എന്താ പറയാ നോക്കൂ, ഹി യൂസ്ഡ് എ സ്പൂൺ ടു ഈറ്റ്. അവിടെ ഞാൻ പറഞ്ഞത് ഹി യൂസ്ഡ്, കാരണം പാസ്റ്റ് ടെൻസ് ആയി, ഉപയോഗിച്ചു എന്ന് പറയാൻ യൂസ്ഡ്. പക്ഷെ അവിടെയും നോക്കൂ, ഹി യൂസ്ഡ് എ സ്പൂൺ ടു ഈറ്റ്, കഴിക്കാൻ. അതിനാണ് നമ്മൾ ടു ഈറ്റ് എന്ന് പറഞ്ഞത്, അല്ലാതെ യൂസ് ടു ഒരുമിച്ച് വരുന്നില്ല. അത് മനസ്സിലായല്ലോ. ഫോട്ടോ എടുക്കാൻ അവൾ എന്റെ ഫോൺ ഉപയോഗിച്ചു. അപ്പൊ അവൾ എന്താ ഉപയോഗിച്ചേ? എന്റെ ഫോൺ. ഷീ യൂസ്ഡ് മൈ ഫോൺ എന്തിനാ? ടു ടേക്ക് ഫോട്ടോസ്. ഷീ യൂസ്ഡ് മൈ ഫോൺ ടു ടേക്ക് ഫോട്ടോസ്. വേണമെങ്കിൽ ഒരെണ്ണം കൂടെ ഞാൻ പറയാം എക്സാമ്പിൾ ആയിട്ട്, കാരണം ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. ചായ ഇളക്കാൻ അവൾ സ്പൂൺ ഉപയോഗിച്ചു. അവൾ സ്പൂൺ ഉപയോഗിച്ചു. ഷീ യൂസ്ഡ് എ സ്പൂൺ എന്തിനാണ്? ചായ ഇളക്കാൻ. ഇളക്കുക എന്നുള്ളതിന് നമ്മൾ സ്റ്റർ എന്ന് പറയും. ഷീ യൂസ്ഡ് എ സ്പൂൺ ടു സ്റ്റർ ദ ടീ. മനസ്സിലായോ? അവിടെയും ഷീ യൂസ്ഡ് എ സ്പൂൺ ടു സ്റ്റർ ദ ടീ. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ കണ്ടത് യൂസ് അല്ലെങ്കിൽ യൂസ്ഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്
ഉപയോഗിക്കുക അല്ലെങ്കിൽ ഉപയോഗിച്ചു എന്ന അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ്. പക്ഷെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് യൂസ് ടു ആണ്. അപ്പൊ അവിടെ ഒരു കാര്യം, നമ്മളിവിടെ പറയുന്നത് എന്താ? യൂസ് ടു എന്നാണ് നിങ്ങൾ കേട്ടത്. ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്നത് യൂസ്ഡ് ടു എന്നാണ്. പക്ഷെ എന്ത് പറ്റുന്ന വെച്ചാല് ഈ യൂസ്ഡ് ഉണ്ടല്ലോ, ആ അവസാനം വരുന്ന ഡിയും അത് കഴിഞ്ഞിട്ട് വരുന്ന ടു, ആ ടി ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടെ ഒന്നിച്ചങ്ങ് മേർജ് ആവും. അപ്പൊ എന്ത് പറ്റും? യൂസ് ടു എന്ന് മാത്രമേ നിങ്ങൾ കേൾക്കുള്ളൂ. പക്ഷെ മനസ്സിലാക്കണം, ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്നത് യൂസ്ഡ് ടു ആണെന്ന്. അപ്പൊ ഇത് വ്യത്യാസമുണ്ട്. ഇവിടെ യൂസ്ഡ് അല്ല, യൂസ് ടു. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പണ്ട് പതിവായിട്ട് ചെയ്യുമായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ ഈ യൂസ് ടു ഉപയോഗിക്കുന്നത്. അപ്പൊ എപ്പോഴും യൂസ് ടു ഉപയോഗിക്കുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് പറയാനായിരിക്കും. അതും പണ്ട് പാസ്റ്റിൽ നമുക്ക് ഉണ്ടായിരുന്ന ഒരു ഹാബിറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമായിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് യൂസ് ടു ഉപയോഗിക്കുന്നത്. പിന്നെ അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ കാര്യം നമ്മൾ ഇപ്പോ ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ പണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുമായിരുന്നു എന്നെടുത്ത് പറയുന്നത്. അപ്പൊ അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഈ ലെസൺ നിങ്ങൾ ശ്രദ്ധിച്ചു കാണൂ. ഞാൻ ഉറപ്പു പറയുന്നു, ഇത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് യൂസ് ടു എല്ലാ തരത്തിലും ഉപയോഗിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടും. ആദ്യത്തെ സെന്റൻസ്, കുട്ടിയായിരുന്നപ്പോൾ ഞാൻ ഒരുപാട് സംസാരിക്കുമായിരുന്നു. അപ്പൊ ക്ലിയർ അല്ലേ? പണ്ടത്തെ കാര്യമാണ് പറയുന്നത്, കുട്ടിയായിരുന്നപ്പോ. അതിന്റെ അർത്ഥം ഇപ്പൊ ഞാൻ അങ്ങനെ അല്ല എന്നാണ്, അല്ലെ? അപ്പൊ ഇതെങ്ങനെ നമ്മൾ പറയാ? ഞാൻ ഒരുപാട് സംസാരിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു. അതിന് ഐ യൂസ് ടു ടോക്ക് എത്ര? ഒരുപാട്. അതിന് എ ലോട്ട് എന്ന് പറയാം. ഐ യൂസ് ടു ടോക്ക് എ ലോട്ട്. എപ്പോഴാണ്? ഞാൻ കുട്ടിയായിരുന്നപ്പോൾ. വെൻ ഐ വാസ് എ ചൈൽഡ്, അല്ലെങ്കിൽ വെൻ ഐ വാസ് എ കിഡ്. മനസ്സിലായോ? ഐ യൂസ് ടു ടോക്ക് എ ലോട്ട് വെൻ ഐ വാസ് എ ചൈൽഡ്. കണ്ടോ? ഇവിടെ എങ്ങനെയാ വന്നേ നോക്കൂ. യൂസ് ടു ഒരുമിച്ച് വന്നു. യൂസ് ടു. അത് കഴിഞ്ഞിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു എന്നാണല്ലോ, സംസാരിക്കുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് ആ വേർബ് വരണം. യൂസ് ടു ടോക്ക്. യൂസ് ടു ടോക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ടോക്ക് ഒന്നും ഇല്ല കേട്ടോ, ടോക്ക് മാത്രം. കാരണം യൂസ് ടു അവിടെ തന്നെ പാസ്റ്റ് ടെൻസ് വന്നു. ഐ യൂസ് ടു ടോക്ക്. ആ ടു കഴിഞ്ഞിട്ട് പിന്നെ ആ ബേസ് ഫോം ആണ് വേർബിന്റെ വരേണ്ടത്. യൂസ് ടു ടോക്ക് എന്ന് പറയാ. ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഇങ്ങനെ പറയണമെങ്കിലോ? ഞാൻ ഒരുപാട് സംസാരിച്ചു എന്ന് മാത്രം പറയണമെങ്കിലോ? അത് പാസ്റ്റ് ടെൻസ് തന്നെയാണ്, അല്ലെ? ഞാൻ ഒരുപാട് സംസാരിച്ചു. അവിടെ എന്ത് പറയും? ഐ ടോക്ഡ് എ ലോട്ട്. മനസ്സിലായോ? അവിടെ വെറുതെ ഐ ടോക്ഡ് എന്ന് പറഞ്ഞാൽ മതി. ഈ യൂസ് ടു വരുമ്പോഴാണ് പണ്ടിങ്ങനെ ചെയ്യുമായിരുന്നു എന്നുള്ള അർത്ഥം വരുന്നത്. ഇനി ഇത് നോക്കൂ. എല്ലാ ഞായറാഴ്ചയും ഞങ്ങള് പുറത്തു നിന്ന് കഴിക്കാറുണ്ടായിരുന്നു. അതായത് പുറത്ത് എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഞങ്ങൾ കഴിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ചെയ്യാറില്ല കേട്ടോ. അപ്പൊ ഇത് പഴയ ഒരു ശീലത്തെ കുറിച്ച് പറയാണ്. എന്ത് പറയും? വി യൂസ് ടു ഈറ്റ് ഔട്ട്. എപ്പോഴാ? എല്ലാ ഞായറാഴ്ചയും. എവ്രി സൺഡേ. മനസ്സിലായോ? വി യൂസ് ടു ഈറ്റ് ഔട്ട് എവ്രി സൺഡേ. കണ്ട് ഇവിടെ വന്നത് വി യൂസ് ടു ഈറ്റ് ഔട്ട്. വി യൂസ്ഡ് ടു ഈറ്റ് ഔട്ട്. ഇത് കിട്ടുന്നുണ്ടോ നോക്കൂ. അയാൾ മകന്റെ കൂടെയാണ് കഴിഞ്ഞിരുന്നത്. അപ്പൊ ഇവിടെ ഞാൻ കഴിയാറുണ്ടായിരുന്നത് എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ കഴിഞ്ഞിരുന്നത് എന്ന് പറയുമ്പോൾ ക്ലിയർ ആണല്ലോ, ഇത് പാസ്റ്റിൽ അയാൾ ചെയ്യുമായിരുന്ന കാര്യമാണ് പറയുന്നതെന്ന്. ഇപ്പൊ ചെയ്യുന്നില്ല എന്നും അവിടെ അർത്ഥമുണ്ടല്ലോ. അതുകൊണ്ടല്ലേ കഴിഞ്ഞിരുന്നത് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് പറയും? ഇവിടെ ഈ കഴിയുക അല്ലെങ്കിൽ താമസിക്കുക എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് കഴിയുന്ന കാര്യമാണ്. അപ്പൊ ലിവ് എന്ന് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ അയാളുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഹി ആണല്ലോ. പക്ഷെ എന്ത് പറയും? പാസ്റ്റ് ടെൻസ് അല്ലേ? അപ്പൊ വ്യത്യാസമൊന്നുമില്ല. ഹി യൂസ് ടു എന്ന് തന്നെ പറയാ. ഹി യൂസ് ടു ലിവ് വിത്ത് ഹിസ് സൺ. ഹി യൂസ് ടു ലിവ് വിത്ത് ഹിസ് സൺ. അയാളുടെ മകന്റെ കൂടെയാണ് കഴിയാറുണ്ടായിരുന്നത്, കഴിഞ്ഞിരുന്നത് എന്ന്. എന്റെ അമ്മ ഒരു ബാങ്കിലാണ് ജോലി ചെയ്തിരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ നാച്ചുറൽ ആയിട്ട് മലയാളത്തിൽ പറയുക. അല്ലാതെ എന്റെ അമ്മ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യാറുണ്ടായിരുന്നത് എന്ന് നമ്മൾ നീട്ടി അങ്ങനെ പറയില്ല. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ സെയിം കാര്യമാണ്. ഇവിടെ യൂസ് ടു ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. എന്താ പറയാ? മൈ മദർ യൂസ് ടു വർക്ക് ഇൻ എ ബാങ്ക്. മൈ മദർ യൂസ് ടു വർക്ക് ഇൻ എ ബാങ്ക്. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും പറയാറുണ്ട്. എനിക്ക് കോഫി ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ കോഫി കുടിക്കാറില്ല. അപ്പൊ പണ്ടത്തെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ ഇഷ്ടമുണ്ടായിരുന്നു എന്ന് പറയണമെന്നില്ല, ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നമ്മൾ ഈ പറയുന്നത് പണ്ട് നമുക്ക് ഉണ്ടായിരുന്ന ഒരു ശീലത്തെ കുറിച്ചാണ്. കോഫി ഇഷ്ടമായിരുന്നു, അല്ലെ? അപ്പൊ എന്താ പറയാ? ഐ യൂസ് ടു ലൈക്ക് കോഫി. ഐ യൂസ് ടു ലൈക്ക് കോഫി. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ പഠിക്കാൻ പോവാണ്. ഇതെങ്ങനെയാ നമ്മൾ നെഗറ്റീവ് ആക്കുക?
അതായത് പണ്ട് എനിക്ക് കോഫി ഇഷ്ടമല്ലായിരുന്നു, അങ്ങനെ നമുക്ക് പറയാലോ. അവിടെ എന്ത് പറയും? യൂസ് ടു അല്ലേ? അപ്പൊ പാസ്റ്റ് ടെൻസ് ആണല്ലോ, അത് നെഗറ്റീവ് ആക്കാൻ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? ഡിഡിന്റ് അല്ലേ? അപ്പൊ ഇവിടെ എന്ത് പറയും? ഐ ഡിഡിന്റ് യൂസ് ടു ലൈക്ക് കോഫി. അത് ശ്രദ്ധിക്കണം. ഡിഡിന്റ് വന്നത് കൊണ്ട് ഇനി യൂസ്ഡ് ടു ഇല്ല, യൂസ് മാത്രമേ ഉള്ളൂ. ഐ ഡിഡ്ന്റ് യൂസ് ടു ലൈക്ക് കോഫി. ആ രണ്ട് സെന്റൻസസ് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. ആദ്യത്തത് ഐ യൂസ് ടു ലൈക്ക് കോഫി, രണ്ടാമത്തത് ഐ ഡിഡ്ന്റ് യൂസ് ടു ലൈക്ക് കോഫി. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെ പാസ്റ്റ് ടെൻസ്, യൂസ് ടു എന്ന് പറയുന്ന പാസ്റ്റ് ടെൻസ് നെഗറ്റീവ് ആക്കി പറയേണ്ടി വരുമ്പോൾ മാത്രമാണ് ഡിഡിന്റ് യൂസ് ടു. ഇങ്ങനെയുള്ള സെന്റൻസസിലാണ് നമ്മൾ ഈ യൂസ് ടു കാണുക. മനസ്സിലായോ? അല്ലാത്തപ്പോഴെല്ലാം കഴിഞ്ഞ ഒരു ശീലത്തെ കുറിച്ച് പറയേണ്ടി വരും, പണ്ടത്തെ ഒരു ശീലത്തെ കുറിച്ച് പറയേണ്ടി വരുമ്പോൾ യൂസ്ഡ് ടു, യൂസ്ഡ്, ആ ED ഉള്ള യൂസ് ടു തന്നെയാണ് വരിക. ക്ലിയർ ആയല്ലോ? നെഗറ്റീവ് വരുമ്പോൾ മാത്രം ഡിഡിന്റ് യൂസ് ടു എന്ന് വരുന്നതാണ്. അപ്പൊ ഈ നെഗറ്റീവ് ഇങ്ങനെ യൂസ് ചെയ്യാൻ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അവൾ യോഗ ചെയ്യാറുണ്ടായിരുന്നു. പഴയ ഒരു ശീലം. അവൾ യോഗ ചെയ്യാറുണ്ടായിരുന്നു. ഇത് നെഗറ്റീവ് അല്ല, പോസിറ്റീവ് സെന്റൻസ് ആണ്. എന്ത് പറയും? ഷീ യൂസ് ടു ഡു യോഗ. യോഗ ചെയ്യുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഡു യോഗ എന്നല്ലേ പറയുന്നേ, അതാണിത്. ഷീ യൂസ് ടു ഡു യോഗ. ഇനി അവൾ യോഗ ചെയ്യാറില്ലായിരുന്നു. പണ്ട് അവൾക്ക് അങ്ങനെ ഒരു ശീലമില്ലായിരുന്നു. എന്ത് പറയണം? ഡിഡിന്റ് യൂസ് ചെയ്യണം. ഷീ ഡിഡിന്റ് യൂസ് ടു ഡു യോഗ. ഡിഡിന്റ് യൂസ് കേട്ടോ. ഷീ ഡിഡിന്റ് യൂസ് ടു ഡു യോഗ. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പറയില്ലേ, അവൾ ഒരിക്കലും യോഗ ചെയ്യാറില്ലായിരുന്നു. അങ്ങനെ തീർത്ത് പറയുമല്ലോ, അവിടെ നമ്മൾ നെവർ യൂസ് ചെയ്താൽ മതി. ആ ഒരിക്കലും എന്നുള്ള അർത്ഥം കിട്ടാൻ നെവർ വരും. അപ്പൊ എന്താ പറയാന്നറിയാമോ? അവിടെയും ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഷീ നെവർ യൂസ്ഡ് ടു ഡു യോഗ. മനസ്സിലായോ? ഈ ഡിഡിന്റ് എന്ന് പറയുന്നത് വരുമ്പോൾ മാത്രമാണ് യൂസ് ടു ആകുന്നത്, ആ ഡി പോകേണ്ടത്. നെവർ എന്ന് പറയുമ്പോഴും നെഗറ്റീവ് മീനിങ് തന്നെയാണ്, പക്ഷെ ഡിഡിന്റ് അല്ലല്ലോ, നെവർ അല്ലേ വന്നത്. അവിടെ യൂസ് ടു എന്ന് പറയണം. നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ടെക്നിക്ക് മനസ്സിലായോ? അപ്പൊ ഷീ ഡിഡിന്റ് യൂസ് ടു ഡു യോഗ, പക്ഷെ ഷീ നെവർ യൂസ്ഡ് ടു ഡു യോഗ. എന്നാൽ അടുത്തത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ മത്സ്യം കഴിക്കാറുണ്ടായിരുന്നു. അതായത് മീൻ കഴിക്കാറുണ്ടായിരുന്നു. എന്ത് പറയും? ഐ യൂസ് ടു ഈറ്റ് ഫിഷ്. ഐ യൂസ് ടു ഈറ്റ് ഫിഷ്. ഇനി ഇത് നെഗറ്റീവ് ആക്കൂ. ഞാൻ മത്സ്യം കഴിക്കാറില്ലായിരുന്നു. അവിടെ ഡിഡിന്റ്. ഐ ഡിഡിന്റ് യൂസ് ടു ഈറ്റ് ഫിഷ്. കണ്ടല്ലോ, ഐ ഡിഡിന്റ് യൂസ് ടു ഈറ്റ് ഫിഷ്. ഇനി ഒരിക്കലും എന്നുള്ളത് പറയണം. ഞാൻ ഒരിക്കലും മത്സ്യം കഴിക്കാറില്ലായിരുന്നു. അവിടെ എന്താ ചെയ്യണ്ടേ? ഐ നെവർ യൂസ്ഡ് ടു ഈറ്റ് ഫിഷ്. ഇപ്പൊ അത് ക്ലിയർ ആയല്ലോ? ഐ നെവർ യൂസ് ടു ഈറ്റ് ഫിഷ്. ഞാൻ നിങ്ങളിത് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ യൂസ്ഡ് എന്ന് എടുത്തു പറയുന്നത് കേട്ടോ. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ ആ ഡി കേൾക്കില്ല. ഐ നെവർ യൂസ് ടു ഈറ്റ് ഫിഷ് എന്നേ പറയുള്ളൂ. അപ്പൊ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ തോന്നും. യൂസ് ടു ആണോ? പക്ഷെ അറിയാവുന്നവർക്ക് അത് മനസ്സിലാവും എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന്. ഞാൻ എൻ്റെ തലമുടി എന്നും കഴുകാറുണ്ടായിരുന്നു. ഇതാണ് എനിക്ക് പറയേണ്ടത്. അപ്പൊ ഇവിടെ ഈ കഴുകുക എന്നുള്ളത് നമ്മൾ വാഷ് എന്നാണ് ഉപയോഗിക്കുക. ആ വേർബാണ് വരിക. ഇവിടെ എങ്ങനെ പറയും? I used to wash my hair every day. I used to wash my hair every day. എന്നും എന്നുള്ളതിനാണ് നമ്മളിങ്ങനെ എവ്രി ഡേ രണ്ടായിട്ട് എഴുതുന്ന എവ്രി ഡേ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു പുതിയ പാറ്റേൺ ഇവിടെ പഠിക്കാൻ പോവാണ്. ഈ ശീലങ്ങളെ കുറിച്ച് പറയേണ്ടി വരുമല്ലോ. അങ്ങനെ ഒരു സെന്റൻസ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾ സെന്റൻസ് നോക്കൂ മലയാളത്തില്. എന്നും തലമുടി കഴുകുന്നത് എനിക്കു ശീലമാണ്. വ്യത്യാസം മനസ്സിലായോ? അതായത് ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അത് നമുക്ക് ഇപ്പോഴും ശീലമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ സെന്റൻസിൽ പണ്ട് നമ്മളിങ്ങനെ ചെയ്യുമായിരുന്നു, പണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞല്ലേ. അവിടെയാണ് നമ്മൾ യൂസ് ടു ഉപയോഗിച്ചത്. അപ്പോൾ യൂസ് ടു വരുമ്പോൾ നമ്മൾ ആദ്യത്തെ സെന്റൻസിൽ കണ്ട യൂസ് ടു വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എപ്പോഴും നമ്മൾ പാസ്റ്റിലെ കാര്യമായിരിക്കും പറയുന്നത്. പക്ഷെ ഇവിടെ ഞാനിത് എങ്ങനെ പറയും എന്നറിയാമോ? ഇപ്പോഴും ഉള്ളൊരു ശീലത്തെ കുറിച്ച്. ഐ ആം യൂസ് ടു വാഷിംഗ് മൈ ഹെയർ എവ്രി ഡേ. ആ സെന്റൻസ് കണ്ട് നിങ്ങൾ പേടിക്കേ വേണ്ട. സംഗതി ഇത്രയേ ഉള്ളൂ. എനിക്കത് ഇപ്പോഴും ശീലമാണ് എന്ന് പറയാൻ ഞാൻ എന്റെ കാര്യമാണല്ലോ പറയുന്നത്. അപ്പൊ ഞാൻ പറയാ ഐ ആം യൂസ്ഡ് ടു. ഇപ്പോഴും ശീലമായതുകൊണ്ട് ഐ ആം യൂസ് ടു. അത് കഴിഞ്ഞെന്താ വന്നേന്ന് നോക്കൂ. ഐ ആം യൂസ് ടു വാഷിംഗ് മൈ ഹെയർ. തലമുടി കഴുകൽ.
അതിനാണ് ഈ വാഷിംഗ് മൈ ഹെയർ എന്ന് പറയുന്നത്. വാഷിംഗ്, മനസ്സിലായോ? അതായത് പുകവലി എന്നുള്ളതിന് നമ്മൾ സ്മോക്കിംഗ് എന്ന് പറയില്ലേ? അപ്പൊ ഇവിടെ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നല്ലല്ലോ സ്മോക്കിംഗ് ING വന്നതിന്റെ അർത്ഥം. പുകവലി ആ ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? അപ്പൊ സ്മോക്കിംഗ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രവൃത്തിയുടെ പേര് പോലെയാ വരുന്നത്, നൗൺ പോലെയാ വരുന്നത്. അതുപോലെയാണ് ഇതും. ഐ ആം യൂസ് ടു വാഷിംഗ് മൈ ഹെയർ എവ്രി ഡേ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? അപ്പൊ ഇപ്പോഴും ശീലമുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ, ഇങ്ങനെയുള്ള ശീലങ്ങളെ കുറിച്ച് പറയാൻ നമ്മളിവിടെ ഐ ആയതുകൊണ്ട് ആം യൂസ് ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വരേണ്ടത് ആ ഒരു നൗൺ ഫോം പോലെ വാഷിംഗ് അല്ലെങ്കിൽ സ്മോക്കിംഗ്, പെയിന്റിംഗ് അങ്ങനെയൊക്കെ ആയിരിക്കും. നേരെ മറിച്ച് ആദ്യത്തെ സെന്റൻസ് നോക്കി, ഐ യൂസ് ടു വാഷ്. അങ്ങനെയല്ലേ നമ്മൾ എപ്പോഴും പറഞ്ഞത്? ഐ യൂസ് ടു റൈറ്റ്, ഐ യൂസ് ടു ഗോ, ഐ യൂസ് ടു പ്ലേ. അവിടെ യൂസ് ടു കഴിഞ്ഞാൽ ആ പ്ലേ, ആ വേർബിന്റെ ബേസ് ഫോം തന്നെ വരണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഐ ആം യൂസ് ടു കഴിഞ്ഞിട്ട് ഒരു ING ഫോം ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തിയുടെ ഒരു പേര് അവിടെ വരണം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് എക്സാമ്പിൾസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഈ സെന്റൻസ് നോക്കൂ. നീണ്ട ദൂരം നടക്കുന്നത് എനിക്ക് ശീലമാണ്. അപ്പൊ എനിക്ക് ശീലമാണ്, ഇപ്പൊ ശീലമുള്ള ഒരു കാര്യത്തെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ട പാറ്റേൺ ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. എന്ത് പറയും ഇവിടെ? എന്നെ കുറിച്ചാണ് പറയുന്നത്. ഐ വെച്ച് തുടങ്ങണം. അപ്പൊ എന്ത് പറയും? എനിക്ക് ശീലമാണ്. ഐ ആം യൂസ്ഡ് ടു. ഐ ആം യൂസ്ഡ് ടു. എന്താണ് ശീലം എന്ന് പറഞ്ഞത്? നടക്കുന്നത് അല്ലെ? അപ്പൊ അതിന് വാക്കിംഗ് എന്ന് പറയാം. അപ്പൊ നടത്തം അല്ലെങ്കിൽ നടപ്പ് എന്നൊക്കെയുള്ള അർത്ഥത്തില് ആ ഒരു നൗൺ പോലെയാണ് നമ്മൾ വാക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അവിടെ എന്താ പറയാ? ഐ എം യൂസ് ടു വാക്കിംഗ്, നീണ്ട ദൂരം, അതിന് ലോങ് ഡിസ്റ്റൻസസ് എന്ന് പറയും. മനസ്സിലായോ? ഐ എം യൂസ് ടു വാക്കിംഗ് ലോങ് ഡിസ്റ്റൻസസ്. ഇപ്പൊ ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് സെന്റൻസ് വന്നതെന്ന്. ഇനി ഇവിടെ ഇങ്ങനെ ആയിരുന്നെങ്കിലോ? നീണ്ട ദൂരം നടക്കുന്നത് അവൾക്ക് ശീലമാണ് എന്ന് പറയണമായിരുന്നെങ്കിലോ? നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു കാണും. അവൾ അല്ലെങ്കിൽ അവൻ വന്നാൽ എന്ത് ചെയ്യും? അവിടെ ഹി ഷീ ഒക്കെ വന്നാൽ നമ്മൾ ഇസ് അല്ലേ യൂസ് ചെയ്യുക? ഐ ആയതുകൊണ്ട് ആം നേരത്തെ പറഞ്ഞു. ഹി ഷീ ഒക്കെ ആണെങ്കിൽ ഇസ് വരും. അപ്പൊ ഇവിടെ എന്താ പറയാ? ഷീ ഈസ് യൂസ് ടു. അത്രേ ഉള്ളൂ വ്യത്യാസം. മുൻപ് ഐ ആം യൂസ് ടു എന്ന് പറഞ്ഞു, ഇവിടെ ഷീ ഈസ് യൂസ് ടു. ബാക്കി എല്ലാം സെയിം ആണ്. ഷീ ഈസ് യൂസ് ടു വാക്കിംഗ് ലോങ് ഡിസ്റ്റൻസസ്. ക്ലിയർ ആയോ? ഷീ ഈസ് യൂസ് ടു വാക്കിംഗ് ലോങ് ഡിസ്റ്റൻസസ്. അപ്പൊ ഇതെങ്ങനെ പറയും? തണുത്ത കാലാവസ്ഥ ഞങ്ങൾക്ക് ശീലമാണ്. ഇവിടെ ഞങ്ങൾക്ക് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ വി എന്ന് വരണമല്ലോ. വി വരുമ്പോ ആറാണ് വരേണ്ടത്. അതാണ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്ത് പറയും? വി ആർ യൂസ് ടു. വി ആർ യൂസ് ടു. എന്താണ് ഞങ്ങൾക്ക് ശീലമാണെന്ന് പറഞ്ഞത്? തണുത്ത കാലാവസ്ഥ. അതിന് നമ്മൾ കോൾഡ് ക്ലൈമറ്റ് എന്ന് പറയും അല്ലെ? കാലാവസ്ഥയ്ക്ക് ക്ലൈമറ്റ് എന്ന് പറയാം, തണുത്തത്. സോ കോൾഡ് ക്ലൈമറ്റ്. വി ആർ യൂസ് ടു കോൾഡ് ക്ലൈമറ്റ്. അപ്പൊ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? വി ആർ യൂസ് ടു എന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തിയെ കുറിച്ച് ING ചേർന്ന് വരുന്ന ഒരു വാക്കല്ല ഇവിടെ വന്നത്. ഇവിടെ ഒരു നൗൺ തന്നെ വന്നു, തണുത്ത കാലാവസ്ഥ അല്ലെ? അതൊരു കാര്യത്തിന്റെ പേരാണ്. അങ്ങനെയും വരാം. അപ്പൊ എപ്പോഴും ഈ ഇങ്ങനെ ഇസ് യൂസ് ടു, ആം യൂസ് ടു, ആർ യൂസ് ടു ഒക്കെ കഴിഞ്ഞ് വരുമ്പോ ഒന്നില്ലെങ്കിൽ ഒരു ING ഫോം അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പേര്, ഒരു നൗൺ ഫോം അങ്ങനെ ആയിരിക്കും വരേണ്ടത്. ഈ ING ഫോം തന്നെ ഒരു നൗൺ ആയിട്ടാണ് വരിക. ഞാൻ പറഞ്ഞല്ലോ, സ്മോക്കിംഗ്, പെയിന്റിംഗ്, വാക്കിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ ഇങ്ങനെ ഒരു നൗൺ വന്നു. വി ആർ യൂസ് ടു കോൾഡ് ക്ലൈമറ്റ്. ഇനി ഇതൊക്കെ എങ്ങനെയാണ് പാസ്റ്റ് ടെൻസിൽ പറയുക എന്നുള്ളത് നോക്കണ്ടേ? അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ആദ്യം ഞാൻ പറയുന്നത് നഗരജീവിതം എനിക്ക് ശീലമാണ് എന്നാണ്. അപ്പൊ ഞാൻ നഗരജീവിതം എന്ന് പറഞ്ഞത് ആ ഒരു കാര്യം എങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനാണ്. നോർമലി നമ്മളിങ്ങനെ മലയാളത്തിൽ പറയുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? നഗരത്തിൽ ജീവിക്കുന്നത് എങ്ങനെ പറയാ? സിറ്റി ലൈഫ് എന്ന് പറയും അല്ലെ? അപ്പൊ അതെനിക്ക് ശീലമാണെന്ന്. അതിനെന്ത് പറയും? ഐ എം യൂസ് ടു സിറ്റി ലൈഫ് അല്ലെ? അല്ലെങ്കിൽ ഐ എം യൂസ് ടു ലിവിങ് ഇൻ ദ സിറ്റി എന്നും പറയാം. അപ്പൊ അവിടെ ഐ എം യൂസ് ടു ലിവിങ് എന്ന് പറയുമ്പോൾ അതൊരു ING ഫോം വരുന്നൊരു നൗൺ ആണ് കേട്ടോ. ഐ എം യൂസ് ടു ലിവിങ് ഇൻ ദ സിറ്റി. അതിന് പകരമാണ് എളുപ്പത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞത്, ഐ എം യൂസ് ടു സിറ്റി ലൈഫ്. ഇനി നഗരജീവിതം എനിക്ക് ശീലമായിരുന്നു എന്ന് പറയണമെങ്കിൽ ഇവിടെ ഒരു പാസ്റ്റ് ടെൻസിലാക്കിയാൽ മതി. ഐ വാസ് യൂസ് ടു സിറ്റി ലൈഫ് എന്ന് പറഞ്ഞാൽ മതി. ഐ വാസ് യൂസ് ടു സിറ്റി ലൈഫ്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് പണ്ട് ശീലമായിരുന്നു എന്ന് ഒരർത്ഥം വരും. നേരത്തെ നമ്മൾ യൂസ് ടു പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ചെയ്യാറുണ്ടായിരുന്നു, പോകാറുണ്ടായിരുന്നു അല്ലെ? ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ശീലമായിരുന്നു എന്നാ പറയുന്നത്. വ്യത്യാസം മനസ്സിലായല്ലോ?
ഐ വാസ് യൂസ് ടു സിറ്റി ലൈഫ്. ഇത് നോക്കൂ, തനിച്ച് ജീവിക്കുന്നത് എനിക്ക് ശീലമാണ്. എന്ത് പറയും? ഐ ആം യൂസ് ടു തനിച്ച് ജീവിക്കൽ, ലിവിങ് എലോൺ. ഐ എം യൂസ് ടു ലിവിങ് എലോൺ. മനസ്സിലായോ? അപ്പൊ ഐ എം യൂസ് ടു ലിവിങ്, അതൊരു ING ഫോമിൽ വരുന്നൊരു നൗൺ പോലെയാണ്. ഐ എം യൂസ് ടു ലിവിങ് എലോൺ. തനിച്ച് ജീവിക്കുന്നത് എനിക്ക് ശീലമായിരുന്നു എന്ന് പറയണമെങ്കിൽ ഐ വാസ് യൂസ് ടു ലിവിങ് എലോൺ. ഐ ആം യൂസ് ടു എന്നുള്ളത് മാറ്റി പാസ്റ്റ് ടെൻസ് ആകും, ഐ വാസ് എന്ന് വരും, അത്രേ ഉള്ളൂ. ഐ വാസ് യൂസ് ടു ലിവിങ് എലോൺ. പക്ഷെ ഇവിടെ ഞാൻ പണ്ടൊക്കെ തനിച്ച് ജീവിക്കാറുണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ നമ്മൾ ആദ്യം കണ്ടത് ഐ യൂസ് ടു ലിവ് എലോൺ എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പൊ അവസാനം ഞാൻ ക്വസ്റ്റ്യൻസ് തരുമ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി ഒരു കാര്യം കൂടെ നോക്കാം, ഇതുപോലെയുള്ള സെന്റൻസസ് എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുക എന്നിവിടെ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ പുതിയൊരു എക്സാമ്പിൾ തരാം. ഏകാന്തത എനിക്ക് ശീലമാണ്. ഏകാന്തത അതിനെന്ത് പറയും? ലോൺലിനെസ് എന്ന് പറയും. ലോൺലിനെസ്. അപ്പൊ എന്താ പറയാ? ഐ ആം യൂസ് ടു ലോൺലിനെസ്. എനിക്ക് ശീലമാണ്. ഐ ആം യൂസ് ടു എന്ത്? ലോൺലിനെസ്. ഐ എം യൂസ് ടു ലോൺലിനെസ്. ഇതെങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് ആക്കി പറയുക? ഏകാന്തത എനിക്ക് ശീലമില്ല. ഐ എം നോട്ട് യൂസ് ടു ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ മതി. നെഗറ്റീവ് ആക്കാൻ ആം എന്നുള്ളത് ആം നോട്ട് എന്നാക്കിയാൽ പോരെ. അപ്പോ ഐ എം നോട്ട് യൂസ് ടു ലോൺലിനെസ്. ഇനി ഏകാന്തത എനിക്ക് ശീലമായിരുന്നു, പാസ്റ്റ് ടെൻസ് ആണ്. അവിടെ എന്ത് പറയണം? ആം മാറി വാസ് ആവും. ഐ വാസ് യൂസ് ടു ലോൺലിനെസ്. ഐ വാസ് യൂസ് ടു ലോൺലിനെസ്. ഇനി ഏകാന്തത എനിക്ക് ശീലമായിരുന്നില്ല, പണ്ടത്തെ കാര്യമാണ്. ഏകാന്തത എനിക്ക് ശീലമായിരുന്നില്ല. ഐ വാസ്ന്റ് യൂസ് ടു ലോൺലിനെസ്. ഐ വാസ് നോട്ട് യൂസ് ടു ലോൺലിനെസ് എന്ന്. മനസ്സിലായോ? ശരിക്കും നെഗറ്റീവ് ആക്കുന്നത് ഭയങ്കര എളുപ്പമല്ലേ? ഐ ആം എന്നുള്ളത് ഐ ആം നോട്ട് എന്നാകും, അല്ലെങ്കിൽ ഐ വാസ് എന്നുള്ളത് ഐ വാസ് നോട്ട് എന്നാകും. ഇത്രയേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് അല്ലേ, വീട്ടുജോലി ചെയ്യുന്നത് എനിക്ക് ശീലമാണ്. എന്താ പറയാ? ഈ വീട്ടുജോലി എന്ന് പറയില്ലേ, അതിന് നമുക്ക് ചോസ് എന്ന് പറയാം. ചോസ്. ഹൗസ് ഹോൾഡ് ചോസ് എന്നും പറയാം, പക്ഷെ അതുപോലെ വേണ്ട, ജസ്റ്റ് ചോസ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? എനിക്ക് ശീലമാണ്. ഐ ആം യൂസ് ടു എന്ത്? വീട്ടുജോലി ചെയ്യുന്നത്. ഐ എം യൂസ് ടു ഡൂയിങ് ചോസ്. ഐ എം യൂസ് ടു ഡൂയിങ് ചോസ്. അതായത് വീട്ടുജോലി ചെയ്യൽ എനിക്ക് ശീലമാണെന്നാണ് ഇവിടെ അർത്ഥം കേട്ടോ. ഇനി ഇതെങ്ങനെ പാസ്റ്റ് ആക്കും നമ്മള്? വീട്ടുജോലി ചെയ്യുന്നത് എനിക്ക് ശീലമായിരുന്നു എന്നെങ്ങനെ പറയും? ആ ഐ ആം എന്നുള്ളത് ഐ വാസ് എന്നാക്കിയാൽ മതി അല്ലേ. ഐ വാസ് യൂസ് ടു ഡൂയിങ് ചോസ്. ഐ വാസ് യൂസ് ടു ഡൂയിങ് ചോസ്. മനസ്സിലായോ? ഇനി ഇവിടെ ഒരു കാര്യം, ഇതെങ്ങനെ നമ്മൾ ഫ്യൂച്ചറിൽ പറയും? അതായത് വീട്ടുജോലി ചെയ്യുന്നത് എനിക്ക് ശീലമാകും. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ശീലം ആയിട്ടില്ല, പക്ഷെ അത് ശീലമായിക്കോളും, ശീലമാകും എന്നെങ്ങനെ പറയും? ഐ വിൽ ബി യൂസ് ടു ഡൂയിങ് ചോസ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മള് ഞാൻ പോകും അല്ലെങ്കിൽ ഞാൻ വരും എന്നൊന്നുമല്ലല്ലോ പറഞ്ഞത്, എനിക്ക് ശീലമാകും, ആകും എന്നല്ലേ. അതുകൊണ്ടാണ് ഐ വിൽ ബി എന്ന് പറഞ്ഞത്. ഇപ്പൊ പോകുന്നാണെങ്കിൽ ഐ വിൽ ഗോ എന്ന് പറയും അല്ലെ, കഴിക്കുന്നാണെങ്കിൽ ഐ വിൽ ഈറ്റ് എന്ന് പറയും. പക്ഷെ എനിക്ക് ഇങ്ങനെ ആകും എന്ന് പറയാൻ ഐ വിൽ ബി. ഐ വിൽ ബി യൂസ് ടു ഡൂയിങ് ചോസ്. ഇങ്ങനെയാണ് ഇത് ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കുന്നത്. ഒരു കാര്യം ശീലമാകും എന്ന് ആരോടെങ്കിലും പറയണമെങ്കിൽ വിൽ ബി ചേർക്കണം. ഇത് നോക്കൂ, സിറ്റിയിൽ വണ്ടി ഓടിക്കുന്നത് അവന് ശീലമാണ്. ഇത് അവന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഹി എന്ന് പറയണം അല്ലെ. എന്താ പറയാ? ഹി ഈസ് യൂസ് ടു സിറ്റിയിലെ വണ്ടി ഓടിക്കൽ. അതിന് നമുക്ക് സിറ്റി ഡ്രൈവിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഇൻ ദ സിറ്റി എന്നും പറയാം കേട്ടോ. കുറച്ചുകൂടി എളുപ്പമല്ലേ ഇത്, സിറ്റി ഡ്രൈവിംഗ്. അപ്പോ ഹി ഈസ് യൂസ് ടു സിറ്റി ഡ്രൈവിംഗ്. ഇനി സിറ്റിയിൽ വണ്ടി ഓടിക്കുന്നത് അയാൾക്ക് ശീലമായിരുന്നു. എന്ത് പറയും? ഹി വാസ് യൂസ് ടു സിറ്റി ഡ്രൈവിംഗ്. ഹി വാസ് യൂസ് ടു സിറ്റി ഡ്രൈവിംഗ്. ഇതെങ്ങനെയാണ് നമ്മൾ ഫ്യൂച്ചറിൽ പറയുക? സിറ്റിയിൽ വണ്ടി ഓടിക്കുന്നത് അവന് ശീലമാകും എന്നെങ്ങനെ പറയും? വിൽ ബി യൂസ് ചെയ്യണം. ഹി വിൽ ബി യൂസ് ടു സിറ്റി ഡ്രൈവിംഗ്. ഇപ്പൊ ക്ലിയർ ആയോ എങ്ങനെയാണ് പറയുന്നതെന്ന്? ഹി വിൽ ബി. അപ്പൊ ഈ വിൽ ബിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഐ ആണെങ്കിലും ഹി ആണെങ്കിലും വി ആണെങ്കിലും എല്ലാം വിൽ ബി തന്നെ പറഞ്ഞാൽ മതി, അതിന് വ്യത്യാസമൊന്നുമില്ല. ഒരെണ്ണം കൂടെ പറയാം. വൈകി ജോലി ചെയ്യുന്നത് ഞങ്ങൾക്ക് ശീലമാണ്. പലപ്പോഴും നമ്മളിങ്ങനെ പറയാറുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് ശീലമാണെന്നാണ് പറയേണ്ടത്. അതെങ്ങനെ പറയും? വി വെച്ച് തുടങ്ങണം. വി ആർ യൂസ് ടു എന്താണ് ശീലം?
വൈകി ജോലി ചെയ്യൽ, വൈകി ജോലി ചെയ്യുന്നത്. വർക്കിംഗ് ലേറ്റ് എന്ന് പറയണം. വി ആർ യൂസ് ടു വർക്കിംഗ് ലേറ്റ്. മനസ്സിലായോ? ഇനി ഇത് പാസ്റ്റ് ടെൻസ് ആക്കണം. വൈകി ജോലി ചെയ്യുന്നത് ഞങ്ങൾക്ക് ശീലമായിരുന്നു എന്ന് പറയണം. അവിടെ എന്ത് പറയണം? വി ആയതുകൊണ്ട് വി were എന്ന് പറയും. ഇവിടെ വി വാസ് പറ്റില്ലല്ലോ. ഹി ആണെങ്കിൽ വാസ് പറയാം. പക്ഷെ ഇവിടെ വി were used to working late. മനസ്സിലായോ? അപ്പൊ ആദ്യം വി ആർ യൂസ് ടു, പാസ്റ്റ് ടെൻസിൽ വി were used to. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഫ്യൂച്ചറിലെ കാര്യം പറയുക? വൈകി ജോലി ചെയ്യുന്നത് ഞങ്ങൾക്ക് ശീലമാകും എന്നെങ്ങനെ പറയും? അവിടെയും വിൽ ബി യൂസ് ചെയ്താൽ മതി. വി വിൽ ബി യൂസ് ടു വർക്കിംഗ് ലേറ്റ്. ഇനി നമുക്ക് ഒരു പാറ്റേൺ കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളിതിങ്ങനെ പഠിച്ചു വരുമ്പോൾ ഇത് ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഈ 2 പാറ്റേൺസ് ഒന്ന് നന്നായിട്ട് ഉറപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് വന്നാൽ മതി. പക്ഷെ ഇത് കുറച്ചെങ്കിലും അറിയാവുന്നവർക്ക് ഇതിപ്പോ തന്നെ കണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇത് കുറച്ചുകൂടി ആ ഒരു ബേസിക് ലെവലിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോ കാണുന്നത്. ഇപ്പൊ 20 ലെസൺസ് ഒക്കെ ആയല്ലോ നമുക്ക്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ ആദ്യത്തെ 2 പാറ്റേൺസും നല്ല സെറ്റ് ആയിട്ട് ഇതിലേക്ക് വന്നാൽ മതി കേട്ടോ. അപ്പൊ ഇത് നോക്കൂ, ഞാൻ പറയുന്നത് പുതിയ ജീവിത രീതി എനിക്ക് ശീലമായി കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇവിടെ എന്താ വ്യത്യാസം? ശീലമായി എന്നോ ശീലമാണ് എന്നോ ശീലമാകും എന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ഒരു കാര്യം അത് നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് ആ ഒരു കാര്യമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അതുമായിട്ട് നമ്മളിങ്ങനെ പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയണം. അവിടെയാണ് നമ്മൾ ഈ പുതിയ പാറ്റേൺ യൂസ് ചെയ്യുക. അവിടെ ഗെറ്റ് യൂസ് ടു എന്നത് ഉപയോഗിക്കണം. അവിടെ വെറുതെ ഇങ്ങനെ യൂസ് ടു അല്ലെങ്കിൽ ഇസ്, ആം, ആർ, യൂസ് ടു ഒന്നുമല്ല. ഇവിടെ ഗെറ്റ് യൂസ് ടു എന്നുള്ളത് തന്നെ ഉപയോഗിക്കണം. പക്ഷെ അതിന് ചില വ്യത്യാസങ്ങൾ വരും. ഇവിടെ ഞാൻ എന്താ പറയുന്നത് നോക്കൂ. ഞാൻ എന്റെ കാര്യമല്ലേ പറയുന്നത്. പുതിയ ജീവിത രീതിയുമായി ഞാൻ പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നല്ലേ പറയുന്നത്. അവിടെ ഞാൻ പറയും ഐ ആം ഗെറ്റിംഗ് യൂസ് ടു എന്ന്. ഐ ആം ഗെറ്റിംഗ് യൂസ് ടു, എനിക്ക് ശീലമായി കൊണ്ടിരിക്കുകയാണ്. ഐ എം ഗെറ്റിംഗ് യൂസ് ടു എന്ത്? പുതിയ ജീവിത രീതി, ദ ന്യൂ ലൈഫ് സ്റ്റൈൽ. മനസ്സിലായോ അത്? ഐ എം ഗെറ്റിംഗ് യൂസ് ടു ദ ന്യൂ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം, അതിന്റെ ഒരു ലോജിക്ക് ഒന്ന് മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. ഒരു കാര്യം നമ്മൾ ഇപ്പൊ അത് പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അവിടെ എത്തിയിട്ടില്ല, പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു യാത്രയിലാണ്, ആ ഒരു പ്രോസസ്സിലാണെന്ന് പറയുമ്പോഴാണ് ഈ ഗെറ്റ് യൂസ് ടു നമ്മൾ ഉപയോഗിക്കുന്നത്. തണുത്ത കാലാവസ്ഥ ഞങ്ങൾക്ക് ശീലമായിക്കൊണ്ടിരിക്കുന്നു, ശീലമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശീലമായിട്ടില്ല പൂർണ്ണമായിട്ട്, നമ്മൾ അതുമായിട്ട് ഇങ്ങനെ പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അവിടെ എന്ത് പറയും? ഞങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പൊ വി ആർ ഗെറ്റിംഗ് യൂസ് ടു. മനസ്സിലായോ? ഐ ആണെങ്കിൽ ഐ ആം ഗെറ്റിംഗ് യൂസ് ടു എന്ന് പറയുമായിരുന്നു. ഇവിടെ വി ആയതുകൊണ്ട് വി ആർ ഗെറ്റിംഗ് യൂസ് ടു എന്തുമായിട്ട് പൊരുത്തപ്പെടുന്നത്? ഈ തണുത്ത കാലാവസ്ഥയുമായിട്ട്. കോൾഡ് ക്ലൈമറ്റ് എന്ന് പറയാം. വി ആർ ഗെറ്റിംഗ് യൂസ് ടു ദ കോൾഡ് ക്ലൈമറ്റ്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കണ്ടത് ഒരു കാര്യവുമായിട്ട് പൊരുത്തപ്പെട്ട് വരുന്നത് അല്ലെങ്കിൽ ശീലമായിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലെ. പക്ഷെ ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ശീലമായി എന്ന് പറയേണ്ടി വരും. അത് ഓൾറെഡി ശീലമായി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അവിടെയും ഈ ഗെറ്റ് യൂസ് ടു തന്നെ ഉപയോഗിക്കാം, പക്ഷെ പാസ്റ്റ് ടെൻസിൽ വരും. അപ്പൊ ഇത് നോക്കൂ, വൈകി ഉണരുന്നത് അവൾക്ക് ശീലമായി, അത് ആയി കഴിഞ്ഞു. വൈകി ഉണരുന്നത് അവൾക്ക് ശീലമായി, ശീലമായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്ത് പറയും? ഷീ ഗോട്ട് യൂസ് ടു. എന്താണ് ശീലമായത്? വൈകി ഉണരുന്നത്, വേക്കിംഗ് അപ്പ് ലേറ്റ്. മനസ്സിലായോ? ഷീ ഗോട്ട് യൂസ് ടു വേക്കിംഗ് അപ്പ് ലേറ്റ്. അപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഈ യൂസ് ടു കഴിഞ്ഞിട്ട് ആ ING ഫോം ആണ് വരുന്നത്. സോ ഷീ ഗോട്ട് യൂസ് ടു വേക്കിംഗ് അപ്പ് ലേറ്റ്. ഇനി നിങ്ങൾ കണ്ണട വെക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായെങ്കിൽ നിങ്ങൾ എന്ത് പറയും? കണ്ണട വെക്കുന്നത് എനിക്ക് ശീലമായി എന്ന് പറയും അല്ലെ. കാരണം കുറെ നാളായതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്കത് ശീലമായി കഴിഞ്ഞു. ശീലമായി അവിടെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ? എനിക്ക് ശീലമായി, ഐ ഗോട്ട് യൂസ് ടു. അങ്ങനെയല്ലേ? ഐ ഗോട്ട് യൂസ് ടു. എന്താ ശീലമായത്? എന്റെ ഈ കണ്ണട വെക്കൽ. അപ്പൊ ആ വെക്കുന്നതിന് നമ്മളൊരു നൗൺ പോലെ പറയാണ്. അപ്പൊ കണ്ണട ധരിക്കുക എന്നുള്ളതിന് നമ്മൾ ടു വെയർ ഗ്ലാസസ് എന്നാണ് പറയുക. അപ്പൊ ഇവിടെ ING ഫോം ചേർത്ത് പറയണ്ടേ? എന്ത് പറയും? ഐ ഗോട്ട് യൂസ് ടു വെയറിംഗ് മൈ ഗ്ലാസസ്. വെയറിംഗ്, ധരിക്കൽ, കണ്ണട വെക്കൽ എന്ന അർത്ഥത്തിലാണ് ഐ ഗോട്ട് യൂസ് ടു വെയറിംഗ് മൈ ഗ്ലാസസ്. ഇതേ കാര്യം നമുക്ക് ഫ്യൂച്ചറിലും പറയാം. അതായത് നിനക്കത് ശീലമായിക്കൊള്ളും എന്നൊക്കെ പറയില്ലേ.
അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും പറയണം, ഓ ആ ജോലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? വിഷമിക്കണ്ട, നിനക്കത് ശീലമായിക്കൊള്ളും. അപ്പോൾ ഡോണ്ട് വറി, യു വിൽ ഗെറ്റ് യൂസ്ഡ് ടു ഇറ്റ്. യു വിൽ ഗെറ്റ് യൂസ്ഡ് ടു ഇറ്റ്. അവിടെ യു വിൽ ഗെറ്റ് യൂസ്ഡ് ടു എന്ന് പറഞ്ഞത് ശീലമായിക്കൊള്ളും. യു വിൽ ഗെറ്റ് യൂസ്ഡ് ടു കഴിഞ്ഞിട്ട് എന്ത്? അത്. അത് എന്ന് പറയുന്നത് എന്തോ ഒരു കാര്യം, അതിനെ പറ്റിയാണ് നമ്മൾ ഈ അത് എന്ന് പറയുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഇറ്റ് വന്നത് കേട്ടോ. യു വിൽ ഗെറ്റ് യൂസ്ഡ് ടു ഇറ്റ്. പുതിയ ജോലി നിനക്ക് ശീലമായിക്കൊള്ളും. യു വിൽ ഗെറ്റ് യൂസ്ഡ് ടു യുവർ ന്യൂ ജോബ്. യു വിൽ ഗെറ്റ് യൂസ്ഡ് ടു യുവർ ന്യൂ ജോബ്. അപ്പൊ ഈ പുതിയ ജോലി എന്ന് പറയുന്നത് ഒരു കാര്യത്തിന്റെ പേരാണല്ലോ, അവിടെയും ഒരു നൗൺ ആയിട്ടാണ് അത് വരുന്നത്. യു വിൽ ഗെറ്റ് യൂസ്ഡ് ടു യുവർ ന്യൂ ജോബ്. മുൻപ് നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ എഴുന്നേൽക്കുന്നത് നിനക്ക് ശീലമാകും എന്നാണെങ്കിൽ യു വിൽ ഗെറ്റ് യൂസ്ഡ് ടു വേക്കിംഗ് അപ്പ് ഏർലി. ആ വേക്കിംഗ് അപ്പ്, അത് ഉണരൽ, അതും ഒരു പേര് പോലെ വരുന്നത്, നൗൺ പോലെ. അപ്പൊ എപ്പോഴും ഇതുപോലെ ഗെറ്റ് യൂസ്ഡ് ടു അല്ലെങ്കിൽ ഗോട്ട് യൂസ്ഡ് ടു, വിൽ ഗെറ്റ് യൂസ്ഡ് ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഒരു നൗൺ ഫോം ആയിട്ടാണ് അവിടെ കാര്യങ്ങൾ പറയേണ്ടത്. അപ്പൊ നമ്മൾ ശരിക്കും 3 പാറ്റേൺസ് ആണ് പഠിച്ചത്. ഒന്ന്, ഒരു കാര്യം നമ്മൾ പണ്ട് ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയാൻ യൂസ് ടു കഴിഞ്ഞിട്ട് വേർബ് യൂസ് ചെയ്യും. പിന്നെ ഒരു കാര്യം നമുക്ക് ശീലമാണ് എന്നൊക്കെ പറയണമെങ്കിൽ നമ്മളവിടെ ആം യൂസ് ടു അല്ലെങ്കിൽ ഇസ് യൂസ് ടു അല്ലെങ്കിൽ ആർ യൂസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു വേർബിന്റെ ING ഫോം അല്ലെങ്കിൽ ഒരു നൗൺ, ഒരു കാര്യത്തിന്റെ പേരാണ് അവിടെ പറയുക. പിന്നൊന്ന് നമ്മൾ കണ്ടത് ഇങ്ങനെ ശീലമായി, ശീലമായിക്കൊള്ളും, ശീലമായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നതാണ്. അവിടെ നമ്മൾ ഗെറ്റ് യൂസ് ടു അത് പഠിച്ചു. പിന്നെ ആദ്യം നമ്മൾ ഈ യൂസ് എന്നുള്ളത്, ഉപയോഗിക്കുക എന്നുള്ള ആ ഒരു വാക്കുണ്ടല്ലോ, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും കണ്ടില്ലേ? അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ 4 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നന്നായിട്ട് ആലോചിച്ച് ആൻസർ ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ആപ്പിൾ മുറിക്കാൻ ഞാനൊരു കത്തി ഉപയോഗിച്ചു. ഞാനൊരു കത്തി ഉപയോഗിച്ചു. എന്തിനാ? ആപ്പിൾ മുറിക്കാൻ. ഇതെങ്ങനെയാണ് പറയാന്ന് ആലോചിച്ച് നോക്കൂ. രണ്ടാമത്തത്, ഞാൻ എന്നും പാചകം ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ പാസ്റ്റില് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമായിരുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ പാചകം ചെയ്യാന്നുള്ളതിന് നമുക്ക് കുക്ക് എന്ന വാക്ക് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അല്ലാതെ കുക്ക് ദ ഫുഡ് എന്നൊന്നും പറയണമെന്നില്ല, ജസ്റ്റ് കുക്ക് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ പാസ്റ്റില് സ്ഥിരമായിട്ട് ചെയ്യാറുണ്ടായിരുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ആലോചിച്ച് ആൻസർ ചെയ്യൂ. മൂന്നാമത്തത്, എന്നും പാചകം ചെയ്യുന്നത് എനിക്ക് ശീലമാണ്. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം ഇപ്പോൾ ശീലമാണെന്നാണ് പറയുന്നത്. എന്നും പാചകം ചെയ്യുന്നത് എനിക്ക് ശീലമാണ്. അവിടെ എന്നും എന്നുള്ളൊരു വാക്ക് കൂടെ വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങനെയുള്ള സെന്റൻസസ് ആദ്യം കണ്ടല്ലോ. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ, എരിവുള്ള ഭക്ഷണം ഞങ്ങൾക്ക് ശീലമായി. പാസ്റ്റ് ടെൻസ് ആണ്. എരിവുള്ള ഭക്ഷണം ഞങ്ങൾക്ക് ശീലമായി, ശീലമായി കഴിഞ്ഞു. അവിടെ എങ്ങനെ പറയും? എരിവുള്ള ഭക്ഷണത്തിന് എന്താ പറയുക? സ്പൈസി ഫുഡ് എന്ന് പറയും. അപ്പോൾ ഈ 4 ചോദ്യങ്ങളും നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് ആൻസർ ചെയ്യൂ. നിങ്ങളുടെ ആൻസേഴ്സ് ഞാൻ വെയിറ്റ് ചെയ്യാണ്, കമന്റ് സെക്ഷനിൽ നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നന്നായിട്ട് ഇത് കണ്ട് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യൂ. അപ്പോൾ താമസിയാതെ തന്നെ ഇതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കധികം താമസിയാതെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ